ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായിട്ടുള്ള മൊബൈൽ ഫോണുകളായാലും അതുപോലെ തന്നെ ലാപ്ടോപ്പ് ആയാലും അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറുകളും. ഇതിൽ പ്രത്യേകിച്ചിട്ട് പ്രശ്നം വരാൻ പോകുന്നത് കമ്പ്യൂട്ടറിനാണ്. അതായത് കമ്പ്യൂട്ടറിൽ ഇപ്പം നമ്മൾ ലാപ്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാർജിൻ്റെ അകത്തുനിന്ന് അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്. കമ്പ്യൂട്ടറിലായാലും അതുപോലെ തന്നെ SMPS ഉണ്ടെങ്കിൽ പോലും നമ്മൾക്കറിയാം ഈ മദർ ബോർഡൊക്കെ വളരെ ചെറിയ കമ്പോണൻസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എർത്തിങ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ആയാലും ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെയും ആയുസിന് കേടുവരാം. അതായത് ചിലപ്പം ഒരു 3-4 കൊല്ലം വർക്ക് ചെയ്യേണ്ട ഉപകരണം ആയിരിക്കാം, അത് ചിലപ്പം 1.5 കൊല്ലം 2 കൊല്ലം കൊണ്ട് അടിച്ചു പോകാം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഫങ്ഷൻസിനൊക്കെ കംപ്ലയിൻറ്റ് വരാം. അപ്പം കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറുകളായാലും മറ്റുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മൊബൈലിന് അത്ര പ്രശ്നമില്ല, എന്നിരുന്നാലും കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എർത്തിങ് കറക്റ്റാക്കി വെക്കുക. കാരണം നോർമലായിട്ട് ഈ വയറിങ് ചെയ്യുന്ന ചില ആൾക്കാർ വെറുതെ ഇത് എർത്തിങ് കാണാൻ വേണ്ടി 2 കുറ്റി അടിച്ചിട്ട് പോകും. അങ്ങനെയല്ല, കണക്ഷൻ കൊടുക്കും, എന്നിരുന്നാലും പ്രോപ്പറായിട്ട് എർത്തിങ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കാം. ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വന്നിട്ട് നിങ്ങൾ എർത്ത് റീഡിംഗ് ഒക്കെ നോക്കിയിട്ട് കൃത്യമാണെന്ന് പറയും. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, അത് കണ്ടു നോക്കുക. നിങ്ങളുടെ നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ എത്രയാണ് എർത്ത് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ എർത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കമ്പ്യൂട്ടറുകളുടെ ആയുസുകളും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിതിങ്ങനെ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ വീട് മാറി പഴയ തറവാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ ഇവിടുത്തെ എർത്തിങ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ചാൾ ഉപയോഗിച്ചു. അപ്പോൾ അതൊക്കെ മദർ ബോർഡ് കംപ്ലയിൻ്റ് ആയി, പിന്നെ ഒരു മോണിറ്റർ അടിച്ചു പോയി, ഒരു റാം കംപ്ലയിൻ്റ് ആയി, അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇത് ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിൽ ഹൈ എൻഡ്, പ്രത്യേകിച്ചിട്ട് ഇപ്പം അധികം പേരും യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പറഞ്ഞു കൊടുക്കണമെന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഒരു ഹൈ എൻഡ് PC ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം വീട്ടിൽ സ്ട്രീമിങ്ങും ഗെയിമിങ്ങും വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലെ എർത്ത് പക്കയായിരിക്കണം. ഓക്കെ, എർത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ കൃത്യമായിട്ട് അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് കൃത്യമായിട്ടുള്ള പ്രോപ്പർ എർത്ത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നമാണ്. നമ്മൾക്കറിയാം, നമ്മൾ ഹൈ എൻഡ് PC ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് അത്രയും പൈസ ചിലവാകുന്നുണ്ട്. അധിക പേരും 1 ലക്ഷത്തിനടുത്ത് അല്ലെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം വരെയൊക്കെ കൊടുത്തിട്ടാണ് അധികവും കമ്പ്യൂട്ടറുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ PC അതുപോലെ നമ്മൾക്ക് കുറേ കാലം സന്തോഷത്തോടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എർത്തിങ് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് മുമ്പായിട്ട്, ലാപ്ടോപ്പ് ആയാലും ശരി, അത് വാങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ എർത്തിങ് പ്രോപ്പർ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.